ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ നാളെ മുംബൈയിൽ പോവുകയാണ്. ഡ്രസ്സ് ഒന്നും പാക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് പാക്ക് ചെയ്യലും നമ്മൾ പിന്നെ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നത്, പിന്നെ ട്രെയിനിലെ കുറച്ച് പരിപാടിയൊക്കെയാണ്. നമ്മുടെ ട്രെയിനിലെ ഫസ്റ്റ് ഡേ ആയിരിക്കും ഈ വ്ളോഗ്. പിന്നെ രണ്ടാമത്തെ ഡേ അവിടെ എത്തുന്നതും അടുത്തൊരു വ്ളോഗ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞങ്ങൾ നേരത്തെ ഇൻട്രോ എടുത്തിട്ട് ചേച്ചി അകത്തോട്ട് പോയിട്ട് കുറേ നേരം, പിന്നെ ചേച്ചിനെ കാണാനില്ല. എന്ത് ചെയ്യണേണ് ഗൈസ്? ഡ്രസ്സ് പാക്ക് ചെയ്യാനുള്ള തത്രപ്പാടില്ല. നിങ്ങൾ അരമാരി ഒന്ന് നോക്കി, ഇത് എന്തായത്? അലമാരി 2 ദിവസം മുമ്പ് ക്ലീൻ ചെയ്തല്ലോ, വീണ്ടും പഴയൊരു അവസ്ഥയിലോട്ടായി. ഇതിപ്പോ വീഡിയോ എടുക്കണോണ്ട് ചേച്ചി മറ്റേ എഴുതി വെച്ചൊക്കെ തുടക്കുന്നുണ്ട്. എന്താ എഴുതി വെച്ചത്? കൊള്ളാം, കുറച്ച് ബുദ്ധിയാണ് ബുദ്ധി. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നലെ വൈകുന്നേരം ഇൻട്രോ എടുത്തിട്ട് പാക്ക് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ പാക്കിങ് ഒഴിച്ച് ബാക്കി എല്ലാം നടന്നു. അപ്പോൾ ഇനിയിപ്പോൾ പാക്ക് ചെയ്യാൻ പോവാണ്. നമുക്ക് പാക്കിങ് കാണാം. സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡ്രസ്സൊക്കെ ഓൾമോസ്റ്റ് സെലക്ട് ചെയ്ത് വെച്ച് ഇടയൊക്കെ കൊണ്ടുപോകുന്നത്. ഇത് നമ്മൾ ബാഗിലേക്ക് വെക്കാൻ പോവാണ്. ഗൈസ്, ഞാൻ പുറത്ത് പോയി വന്നപ്പോൾ ഈ വീടിൻ്റെ അവസ്ഥ തന്നെ മാറിപ്പോയി. ഫുള്ള് ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചേക്കണ്. ഇതെപ്പോൾ എടുത്ത് വെച്ച്? കുറച്ചര മുമ്പ്. ഞാൻ ഒന്നും എടുത്തിട്ടില്ല ഗൈസ്, കാരണം ഞാൻ വീട്ടിലുണ്ടായില്ല. ഞാൻ എൻ്റെ ഉടുപ്പൊന്നും എടുത്തിട്ടില്ല. അതെ, ഇതെല്ലാം ഇനി ഇതേ 2 ബാഗുണ്ട്. ഒരെണ്ണം മറ്റേ ട്രെക്കിംഗ് ബാഗ്, ഒരെണ്ണം സാധാ ബാഗും, പിന്നെ ചേച്ചിൻ്റെ ഏതോ ബാഗില്ലേ, അത് ഏതോ ബാഗുണ്ട്. അപ്പം ഇതിലെല്ലാം കൂടി ഇനി നടക്കണം. ഹേ ഗൈസ്, അങ്ങനെ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞ് ഇനി പോകാനുള്ളൊരു വെയിറ്റിംഗ് മാത്രമേ ഉള്ളൂ. അപ്പം ഇനി ഇറങ്ങാൻ നേരത്ത് കാണാം. ഹേ ഗൈസ്, അങ്ങനെ ഞങ്ങൾ റെഡി ആയി കഴിഞ്ഞ് ചേച്ചി റെഡിയായി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഇന്നത്തെ. കാണിച്ചു കൊടുക്കുക, ചേച്ചി ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. അതെ, ഇതാണ് ചേച്ചിന്റെ ഔട്ട്ഫിറ്റ്. ചേച്ചി ഫുള്ള് ബ്ലാക്ക് ആണ്, പക്ഷെ ഞാനൊരു നീലമയമാണ്. കുഴപ്പമില്ലെന്ന് തോന്നുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ കുറച്ച് നല്ല ചൂടുണ്ട്. ട്രെയിനിൽ കയറണ ഒരു അത്യാവശ്യം നല്ല പണിയായിരിക്കും. ബ്ലാക്കും ബ്ലാക്ക് ഒക്കെ ഇട്ട് അവിടെ ഇരുന്ന് എന്തൊരു. അപ്പൊ ഞങ്ങൾ ഇറങ്ങാൻ പോണേണ്. അച്ചാമേ ടാറ്റ ടാറ്റ ടാറ്റ. അതെ, യാത്ര. അങ്ങനെ ഞങ്ങള് വണ്ടി കയറി അല്ലേ? അതെ അതെ. അച്ഛൻ എന്താണ് വരാത്തത്? ഗൈസ്, അപ്പൂപ്പന് മുമ്പ് പ്രായമായത് കൊണ്ടും അച്ഛന് ഇപ്പൊ കുറച്ച് വർക്ക് ബിസി ആയതുകൊണ്ടും അച്ഛന് ബോംബെയിലോട്ട് വന്നില്ല. അതാണ് ഇപ്പൊ അച്ഛൻ വരാത്തതിന്റെ കാരണം. അപ്പൊ എങ്ങനെ നമ്മള് പോയല്ലേ? അതാണ് കണ്ട, ഇതാണ് അമ്മ. അറിയും എല്ലാവർക്കും അറിയും. അതെ അതെ, തഗ്ഗുസിന് പണ്ടത്തെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കി നമുക്ക് കാണാൻ പറ്റും കുറച്ച് തഗ്ഗൊക്കെ. പുതിയത് ഇപ്പം നമ്മൾ ഇട്ടുകൊണ്ടിരിക്കണില്ല. അതിൻ്റെ അതും തഗ് നമ്മൾ ഉണ്ടാക്കും അല്ലേ അമ്മേ? തഗ് ഉണ്ടാക്കൂല്ലേ? അതെ, തഗ്ഗുസിന്. ഗൈസ്, ഞങ്ങളങ്ങനെ അമ്മേൻ്റെ വീട്ടിലെത്തി. ഇതാണ് അപ്പ റെഡി ആയിരിക്കണേണ്. അമ്മ റെഡി ആയിരിക്കണേണ്. ഇതൊക്കെ ഫുള്ള് സെറ്റാണ്. എന്തൊക്കെയാണ് ഇത്? ഭയങ്കര വലിയ ലഗേജാണ്, നല്ല വെയിറ്റാണ് ഇതൊക്കെ പൊക്കാൻ. സാധനങ്ങളൊക്കെ ലോഡ് ചെയ്ത് ഇപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ള് വണ്ടി ബാക്കിലാണ്, ഡിക്കിയും ഫുള്ളാണ്. പക്ഷെ എൻ്റെ മടി മാത്രമൊന്നുമില്ല. എനിക്കൊന്നും വേണ്ട, അങ്ങനത്തെ വരണ്ട. ചേച്ചിക്ക് ബുദ്ധിമുട്ടാവും. ഞങ്ങളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. സാധനം ഞങ്ങൾക്ക് ഒറ്റക്ക് പൊക്കാൻ പറ്റാത്തത് ഞങ്ങൾ പോർട്ടറിനെ വിളിച്ചിട്ടുണ്ട്. അപ്പം അവരുടെ ട്രോളിക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യണേണ്. ചേച്ചിക്ക് പിന്നെ ആരോഗ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം പൊക്കാൻ പറ്റും. പിന്നെ എന്തിനാ അവരെ വിളിച്ചേക്കാൻ കാശ് എനിക്ക് എന്നാ പറയുന്നത്. ആരെയാണ് കേസ് പാല് ഐസ്. അപ്പം നമുക്ക് ട്രെയിനിൽ കയറിയിട്ട് കാണാം. ഗൈസ്, അച്ഛൻ നമ്മളാക്കിയിട്ട് അച്ഛൻ പോയി. അപ്പൊ ഇനി രാത്രി ആയതുകൊണ്ട് ഇനി അധികം വ്ളോഗൊന്നും എടുത്തിരിക്കാനുള്ള ഉറങ്ങാൻ പോയി. അപ്പൊ സീ യു ടുമോറോ ഗൈസ്. സോ നാളെ രാവിലെ എഴുന്നേറ്റിട്ട് ഇവിടെ എന്തൊക്കെ കാണിക്കുന്ന അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ ഈ 2 വ്ളോഗ് ഭയങ്കര എന്റർടൈനിങ് ഒന്നും ആയിട്ടില്ല, ബട്ട് വാട്ട്സ് ഹാപ്പനിങ് എന്നല്ല. പക്ഷെ ഇനി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് വി ആർ ഗോയിങ് ടു ജസ്റ്റ് വൈബ് ഔട്ട് അല്ലേ? യെസ്, വി ആർ ഗോയിങ് ടു ജസ്റ്റ് വൈബ് ഔട്ട്. അപ്പൊ സീ യു ഗൈസ് ടുമോറോ. ഗുഡ് ബൈ.